വെൽക്കം ടു ഡിസൈൻസ്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ വരുന്ന ഒരു കോട്ട ഫാബ്രിക് ചെയ്തിരിക്കുന്നതായിട്ടാണ് കേട്ടോ. അപ്പൊ അടുത്ത ഡിസൈൻ വരുന്ന ഇതാണ്. അപ്പൊ ഇത് ശരിക്കും ഒരു 2000 എബോ റേഞ്ചിൽ വന്നിരുന്ന ആ സെയിം പാറ്റേൺ തന്നെ വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ അതിനേക്കാളും തിക്നെസ്സും ഇതും കുറച്ചിട്ടുണ്ടെന്നുള്ളതേ. പക്ഷെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കൂടിയതിന്റെ അതേ ലുക്ക് തന്നെ ഇതിന് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് എന്തായാലും റീസണബിൾ ആണ്. ദുപ്പട്ടയ്ക്കകത്തെ വർക്കും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. മെറ്റീരിയലും നല്ല കേട്ടോ. നിങ്ങൾക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റം കോട്ടയിലുള്ള ഒരു വൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യക്കാരുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ല വർക്കുകൾ കാണുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്യിപ്പിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ ഇതാ കേട്ടോ. ബോട്ടം സെയിം തന്നെ നമ്മുടെ നോർമൽ സാറ്റിനേക്കാളും കുറച്ച് തിക്നെസ് ഉള്ള ഫാബ്രിക് ആണ്. ഇതിന്റെ നമ്പർ K595, റേറ്റ് 990. 3 ഡിസൈൻസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേണും എല്ലാവർക്കും തന്നെ ഫേവറേറ്റ് ആട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ചതുമായിട്ട് ചെറിയ വേരിയേഷൻ മാത്രമേ ഉള്ളൂ. ഫ്ലവേഴ്സിന്റെ ആ ഒരു ഇതിന് മാത്രം ചെറിയൊരു വ്യത്യാസം. ബാക്കി പാറ്റേൺ സെയിം തന്നെയാണ് കേട്ടോ. ഒരു സൈഡിലോട്ടായിട്ട് ഒരു നീണ്ട ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും ബോട്ടനെക്ക് ആക്കാം, റൗണ്ട് നെക്ക് ആക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി തയ്ച്ചെടുക്കാവുന്നതായിട്ട് കേട്ടോ. ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള പാറ്റേൺ ആണ് മടക്കി വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 48 എബോ ലെങ്ത് കിട്ടും. ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട്. സെയിം തന്നെ വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. മൊത്തത്തിൽ കാണാൻ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. നമുക്ക് ഇങ്ങനെ കാണുന്നതല്ല കേട്ടോ. ഇതൊക്കെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മളുടെ ഏത് ഫംഗ്ഷന് വേണം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. ഇതിന്റെ നമ്പർ വരുന്നത് N408, റേറ്റ് 990.